ഞാനിപ്പോൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ചില പത്രക്കാർ വിളിച്ചിങ്ങനെ ഒരു വിവരം എന്നോട് പറയുന്നത്. എനിക്ക് തോന്നുന്നത് 22-ൽ ഞാൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന ഇൻഡിഗോ വിമാനത്തിലാണ് ഞാനുണ്ടായിരുന്നത്. ആ വിമാനത്തിൽ കണ്ണൂരിൽ നിന്ന് 3 പേരെ പ്രത്യേകം ടിക്കറ്റ് എടുത്ത് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്ത് ഇൻഡിഗോ വിമാനത്തിൽ കയറ്റി. ഈ തിരുവനന്തപുരത്തുള്ള ഒരാൾ, അയാൾ കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പിലോ മറ്റോ വിവാഹം കഴിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ 4 പേര് ആ വിമാനത്തിൽ, 3 പേര് ആക്ഷനും ഒരാൾ ഇതിനു വേണ്ടിയിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുമായിട്ട് അതിലുണ്ടായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിമാനം ഇവിടെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ഇരിക്കുന്ന സീറ്റ് ബാക്കിലാണ്. കുറേ കൂടി മുമ്പിലുള്ള സീറ്റിൽ നിന്ന് ഒരു 3-4 പേര് ചാടി എഴുന്നേൽക്കുന്നു. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെയും അവരിരിക്കുന്നതും സീറ്റിൻ്റെയും ഇടയിലാണ്. അവർ ചാടി എഴുന്നേറ്റ് വരുമ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു ആക്രമണോത്സുകമായിട്ടുള്ള ഒരു നീക്കമാണ്. ഞാനിതിൻ്റെ മധ്യത്തിലുണ്ട്, ഞാനവിടെ തടഞ്ഞു. അത്തരത്തിലൊരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളതാണ്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഭീകരന്മാരുടെ രൂപത്തിൽ വിമാനത്തിൽ കയറി വിമാനത്തിനകത്ത് ആക്രമണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചുമതലയുണ്ട്. അതുകൊണ്ട് അതിന് ആക്രമണോത്സുകമായി ഓടി വരുന്നവരെ ഞാൻ അതിൻ്റെ കോറിഡോറിലാണ്, വഴിയിൽ തടഞ്ഞു നിർത്തി. അവർക്ക് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല. ആ സംഭവം സംബന്ധിച്ച് പിന്നീട് പോലീസ് അന്വേഷണം നടത്തി. ആ 3 പേരെയും അന്ന് വിമാനത്തിനകത്ത് വെച്ച് തന്നെ എനിക്ക് വന്നവരെ ഇറങ്ങുമ്പോഴേക്ക് പിടികൂടി. അവരെ പേരിൽ പോലീസ് നടപടിയെടുത്തു. ആ അക്രമ സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ആദ്യത്തേതാണ്. ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഏതൊരാൾക്കും നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല. ആ തരത്തിലാണെന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചത്, UDF പ്രവർത്തിച്ചത്. ആ സംഭവത്തിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തു, നിയമപരമായിട്ടുള്ള അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിന് മേലെയുള്ള നടപടികളായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു കേസിൽ പ്രതികളായിട്ടുള്ളവർ, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, ഇവിടെ തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ അവർ എനിക്ക് നേരെ കേസെടുക്കണം എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പരാതി കോടതിയിൽ കൊടുത്തു. യഥാർത്ഥത്തിൽ അത് കൊടുക്കേണ്ടത് പോലീസിലാണ് ആദ്യം. പോലീസ് കൊടുത്തുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. പോലീസ് കൊടുത്താലും സാധാരണഗതിയിൽ അന്വേഷിക്കുന്ന ഏത് പോലീസിനും ആ സംഭവത്തെ സംബന്ധിച്ച് ആ പ്രതികൾക്കെതിരെ കേസെടുക്കാനേ സാധിക്കും. അത്തരമൊരു നടപടിയാണ് ഉണ്ടായത്. ആ നടപടിയെ കോടതിയുടെ മുമ്പിൽ ഒരു കേസ് വന്നാൽ കോടതിക്കത് പരിശോധിക്കാനുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കോടതി പോലീസല്ല. കോടതി അന്വേഷിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും പറയാം. അതുകൊണ്ട് കോടതിയല്ലേ, കോടതി ഇപ്പോഴെന്താണ് പറഞ്ഞത് എന്നുള്ളത് അതിൻ്റെ വിശദാംശം നോക്കിയാൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. പക്ഷേ ഒരു ഭീകര സംഘം ഒരു വിമാനത്തിനകത്ത് കേരളത്തിൽ നടത്തിയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു. ആ സംഭവത്തെ ഒരു ജുഡീഷ്യറിക്കും നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ കോടതിയിൽ വന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാവുന്ന കാര്യമല്ല. എന്നെ ഏതെങ്കിലും കാരണവശാൽ കോടതി ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ കോടതിയോട് പറയും. ഇപ്പോൾ ഏതെല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരമൊരു നിലപാട്, എന്താണ് സ്വീകരിച്ചത്, എന്താണ് ഇപ്പോൾ സ്വീകരിച്ച നടപടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൂടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം. പക്ഷേ ഇത് ഒരു ഭീകരന്മാരുടെ സംഭവമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെൻറ് സ്വാഭാവികമായും ഇത്തരം അക്രമങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടാണല്ലോ
ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ അക്രമികളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഗവൺമെൻറ്റും പോലീസുമാണ്. അവർ ചിലപ്പോൾ അവരുടെ അത്തരത്തിൽ ചില നിലപാടുകൾ സ്വീകരിച്ചേക്കും. ഇപ്പോൾ അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പല നിലപാടുകളും അങ്ങനെയാണ്. ഇവിടെ ശബരിമല സ്വർണ്ണംകട്ട കേസിലെ പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന അവരുടെ വക്കീലിനെ പിടിച്ച് ദേവസ്വത്തിൻ്റെ ഗവൺമെൻറ് പ്ലീഡറാക്കിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. അവരിത്തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നേക്കാം. അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു സംഭവത്തിൽ അക്രമികളെ പ്രതിരോധിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് കാണുന്ന ഒരാളാണ്. ഒരു കോടതി എന്നെക്കുറിച്ച് അന്വേഷണമാകാമെന്ന് പറയണമെങ്കിൽ എന്നെ ആ കോടതി വിളിപ്പിക്കണം. ഞാനതിലൊരു കക്ഷിയുമായിരുന്നില്ല, പ്രതിയുമായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് കോടതി എൻ്റെ പേര് പറഞ്ഞത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് അതിൻ്റെ വിധിന്യായം വായിച്ചു നോക്കിയാലേ പറയാൻ കഴിയും. അങ്ങേ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ കോടതി മുന്നോട്ട് വെച്ചത്. അത് പ്രതികളുടെ ഒരു ആവശ്യമാണ്. ആ പ്രതികളുടെ ആവശ്യം അംഗീകരിക്കാം. പക്ഷേ എൻ്റെ പേര് പറയാൻ കോടതിക്ക് പറ്റില്ല. എന്നെ വിചാരണ ചെയ്തിട്ടില്ല, എന്നോട് അന്വേഷിച്ചിട്ടില്ല. അതെ, അതാണ് ഞാൻ പറയുന്നത്. ഇത് പോലീസ് അന്വേഷണം നടത്തി. കാരണം ഞാൻ പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിനകത്ത് മുഖ്യമന്ത്രി ആക്രമിക്കാൻ ആളുകളെ ടിക്കറ്റ് എടുത്ത് അയച്ച് ആസൂത്രിതമായൊരു പദ്ധതി തയ്യാറാക്കിയത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്തതല്ല, ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ? അല്ല, ഇത് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ മേലെ നടപടി സ്വീകരിച്ചല്ലോ. അതിൻ്റെ മേലെ എന്തടിസ്ഥാനത്തിലാണ് അത് കോടതി പോലീസിൻ്റെ മേലെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് അതിൻ്റെ വിധിന്യായം കൂടി വായിച്ചു നോക്കിയാൽ എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ പറയണത് അത് വായിച്ചു നോക്കിയാലല്ലേ എനിക്ക് പറയാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ ഞാൻ കണക്കാക്കുന്ന സാധാരണഗതിയിൽ ഒരു കോടതിക്കും ഈ സംഭവങ്ങൾ ആകെ നോക്കിയാൽ ഇങ്ങനൊരു അഭിപ്രായം പറയാൻ കഴിയുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ കൂടുതൽ ആ വിധിന്യായം കേട്ട് പഠിച്ചാലേ മനസ്സിലാക്കിയാലേ എനിക്ക് പറയാൻ പറ്റും. അത് വരട്ടെ, അപ്പോൾ കാണാം. മുൻകൂട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു കേസ് വന്നാലല്ലേ ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ എനിക്ക് കോടതി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കണക്കാക്കുന്നില്ല. അതെന്താണ് അതിൻ്റെ നിയമവകുപ്പ്? അതെ, ഒരു പോലീസ് ഒരു വകുപ്പ് ചേർക്കണമെങ്കിൽ അതിൻ്റെ കാരണങ്ങളുണ്ടാകും. അത് ചേർക്കാതിരിക്കണമെങ്കിൽ കാരണമുണ്ടാകും. അതെന്താണെന്ന് എനിക്കിപ്പോൾ നോക്കിയാലേ പറയാൻ പറ്റൂ. ശരി. ഇവിടെ പലതരത്തിലുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളുടെ കരുത്തും അതിൻ്റെ നിരീക്ഷണവും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ പറയാൻ സാധിക്കൂ. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് പറയാൻ വേണ്ടി സാധിക്കില്ല.